എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 മണിക്ക് ചിക്കാഗോയിൽ നിന്ന് സംരക്ഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ടപ്പിൻ്റെ 148ാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 31 വെള്ളിയാഴ്ച. വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായിട്ട് ഓർപ്പിക്കുന്നു. ലൈഫ് ഈസ് വെരി ഷോർട്ട്, സോ ബി ഹാപ്പി. ഏതോ ഒരു മഹാൻ പറഞ്ഞ ഒരു വാചകം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. ലൈഫ് ഈസ് വെരി ഷോർട്ട്, സോ ബി ഹാപ്പി. ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സന്തോഷമായിരിക്കുക എന്നുള്ളതാണ്. കാരണം ലൈഫ് ഈസ് ഷോർട്ട്, ജീവിതത്തിൻ്റെ നീളം, ജീവിതം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. ഒരു പക്ഷേ അത് 50 വയസ്സാകാം, 60 വയസ്സാകാം, 70 വയസ്സാകാം, 80 90 വയസ്സൊക്കെ ജീവിക്കുന്ന ചിലരേക്ക് കുറേ പേരൊക്കെ ഉണ്ടെങ്കിലും ലൈഫ് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ എപ്പോഴും ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അത് വളരെ ഷോർട്ടായിരിക്കും. എന്നാൽ ചുരുങ്ങിയ ജീവിത കാലയളവിൽ നാം എന്നും സന്തോഷത്തോടെ, എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതവും സന്തോഷപരിപൂർണമാകണമെന്ന് നമ്മളും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ എപ്പോഴും അത് സാധിച്ചു എന്ന് വരികയില്ല. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സുഖവും ദുഃഖവും സമ്മിശ്രമായിരിക്കുന്ന ഒരു ജീവിതചര്യയിലൂടെ ജീവിച്ചു പോകുമ്പോൾ എപ്പോഴും സന്തോഷമായിരിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ സന്തോഷിപ്പിൻ. കാരണം യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് സമാധാനം നൽകി തന്ന്, സന്തോഷം നൽകി തന്ന്, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നതുകൊണ്ട് ഇങ്ങനെ തന്നെ പറയുന്നു, ജീവിതം ചുരുങ്ങിയതാണെങ്കിലും സന്തോഷത്തോടെ ഇരിപ്പാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമില്ലാത്ത ദിവസങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്ക് സമാധാനം തരണം, സന്തോഷം തരണം, സന്തോഷമുള്ളൊരു ജീവിതം തരണം. പക്ഷേ ജീവിതത്തിലെ പ്രശ്നങ്ങളും എല്ലാം പരിഹരിച്ചിട്ട് നമുക്ക് സന്തോഷിക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നമുക്ക് പരിഭവങ്ങളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, ദുഃഖങ്ങളുണ്ടാകാം, വേദനകളുണ്ടാകാം, വേർപാടുകളുണ്ടാകാം. അതിൻ്റെയൊക്കെ നടുവിൽ അതെല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിതം മുന്നോട്ട് പോകുന്നതാണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും ചാരിതാർത്ഥ്യജനകമായിരിക്കുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത്. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് കടക്കുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ നോർത്ത് അമേരിക്കൻ ഫാമിലി കോൺഫറൻസ് AGIFNA സമ്മേളനം ജൂലൈ മാസം 23 മുതൽ 26 വരെ ഊസ്റ്റണിൽ വെച്ച് നടന്നു. 27 ഞായറാഴ്ച പാസ്റ്റർ രാജൻ ഫിലിപ്പിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ആരാധന യോഗത്തിൽ നാഷണൽ കൺവീനർ പാസ്റ്റർ തോമസ് എബ്രഹാം തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മലയാളം ഡിസ്ട്രിക്ട് അസിസ്റ്റൻ്റ് ഓവർസിയർ സൂപ്രണ്ട് പാസ്റ്റർ തോമസ് ഫിലിപ്പ് സമാപന സന്ദേശം നൽകി. അടുത്ത വർഷം 2027 ഓഗസ്റ്റ് മാസത്തിൽ ഫ്ലോറിഡയിൽ വെച്ചാണ് അടുത്ത 29ാമത് AGIFNA കോൺഫറൻസ് നടക്കുന്നത്. പിന്നീട് 2 വർഷത്തിലൊരിക്കലായിരിക്കും AGIFNA മീറ്റിംഗ് നടക്കുന്നത്. അടുത്ത 30ാമത് കോൺഫറൻസിൻ്റെ ഭാരവാഹികളായി റവറൻഡ് ജോർജ് പി ചാക്കോ ന്യൂയോർക്കിൽ നിന്ന് റവറൻഡ് ജോർജ് പി ചാക്കോയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെ നിലവിൽ വന്നു. 29ാമത് കോൺഫറൻസിന് റവറൻഡ് സാം പണിക്കർ ഫ്ലോറിഡ നേതൃത്വം നൽകും. 30ാമത് കോൺഫറൻസ് 2 വർഷത്തിന് ശേഷം നടക്കുന്ന കോൺഫറൻസിന് പാസ്റ്റർ ജോർജ് പി ചാക്കോയും സംഘവും നേതൃത്വം നൽകും. ഇതോടെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ നാഷണൽ കോൺഫറൻസ് ഒഴിച്ച് നാക്കോക്ക് ഒഴിയുള്ള മറ്റ് പ്രമുഖ മുഖ്യധാരാ സഭകളുടെ ഫാമിലി കോൺഫറൻസുകൾ 2 വർഷത്തിലൊരിക്കലായി തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ IPCയുടെ ഫാമിലി കോൺഫറൻസ് എല്ലാ 2 വർഷം കൂടുമ്പോഴും നടക്കുന്നു. അത് 2027 ഫ്ലോറിഡ ഓർലാൻഡോയിൽ വെച്ച് പാസ്റ്റർ റോയ് വാകത്താനത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ നാഷണൽ കോൺഫറൻസ് 2027 ചിക്കാഗോയിൽ വെച്ച് നടത്തപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റ് വിവിധ പ്രധാനപ്പെട്ട സഭകളുടെ ഫാമിലി കോൺഫറൻസിൽ എല്ലാം തന്നെ ഇനി 2 വർഷത്തിലൊരിക്കലായിരിക്കും നടക്കുക. PCNA കോൺഫറൻസും 2 വർഷത്തിലൊരിക്കലാണല്ലോ നടന്നു വരുന്നത്. ഇനി 2026 ചിക്കാഗോയിൽ വെച്ച് നടന്ന കോൺഫറൻസ് 2027 കോൺഫറൻസ് ഉണ്ടായിരിക്കുന്നതല്ല, 2028 ഒക്കലഹോമിൽ വെച്ച് PCNA കോൺഫറൻസ് 41ാമത്തെ PCNA കോൺഫറൻസ് നടത്തപ്പെടുന്നതാണ്. ചർച്ച് ഓഫ് ഗോഡിൻ്റെ ആഗോള സഭകളുടെ 80ാമത് ജനറൽ അസംബ്ലി ഒർലാൻഡോയിൽ ജൂലൈ 27 ആരംഭിച്ചു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ 70 രാജ്യങ്ങളിൽ നിന്നായി
10,000-ഓളം ജനങ്ങൾ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. നിരവധി ആൾക്കാരാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി രാജ്യങ്ങളിൽ നിന്നായി ഒർലാൻഡോയിലേക്ക് ഓറഞ്ച് കൗണ്ടി കോൺഫറൻസ് സെൻറ്ററിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഫറൻസ് അടുത്ത 2 ദിവസത്തിനുള്ളിൽ സമാപിക്കും. വേൾഡ് മിഷൻ ജനറൽ ഡയറക്ടറായി പാസ്റ്റർ ഡേവിഡ് ഇ റമിറേസിനെയും അസിസ്റ്റൻ്റ് ഡയറക്ടറായി ഇസ്മായേൽ പ്രിൻസ് ചാൾസിനെയും തെരഞ്ഞെടുത്തു. ആദ്യമായിട്ടാണ് അമേരിക്കയ്ക്ക് വെളിയിൽ നിന്നുള്ള അവരെ വേൾഡ് മിഷൻ്റെ ഓവർസിയറായും അല്ലെങ്കിൽ ഡയറക്ടറായും അസിസ്റ്റൻ്റ് ഡയറക്ടറായും തിരഞ്ഞെടുക്കുന്നത്. ജനറൽ കൗൺസിലാണ് ഇവരുടെ പേരുകൾ നോമിനേറ്റ് ചെയ്തത്. വെള്ളിയാഴ്ച വൈകിട്ട് ഇന്ന് നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് വോട്ടെടുപ്പുണ്ടാകും. അതോടെ ഇവരുടെ പദവികൾ സ്ഥിരപ്പെടുത്തുന്നതാണ്. എംപവേർഡ് എന്നുള്ളതാണ് ഈ വർഷത്തെ മിഷൻ്റെ ഔദ്യോഗിക ചിന്താവിഷയം. അറ്റ്ലാന്റ, ചിക്കാഗോ അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി മലയാളികളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഫ്ലോറിഡയിൽ നടക്കുന്ന ചർച്ച് ഓഫ് ഗോഡിൻ്റെ ജനറൽ അസംബ്ലിയുടെ GA26 ചില വിവരണങ്ങൾ തുടർന്ന് നമുക്ക് കാണാം. IPC കാനഡ റീജിയൻ കൺവെൻഷൻ ഇന്ന് ആരംഭിക്കുന്നു. ഓഗസ്റ്റ് 2 ഞായറാഴ്ച സംയുക്ത ആരാധനയോടുകൂടെ സമാപിക്കും. പാസ്റ്റർ തോമസ് ഫിലിപ്പ് വെൺമണിയാണ് മുഖ്യ പ്രാസംഗികൻ. റീജിയൻ പ്രസിഡന്റ് പാസ്റ്റർ എബി കെ ബെൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ടോം ഫിലിപ്പ് ഊസ്റ്റൺ പ്രൈസ് ആൻഡ് വർഷിപ്പിന് നേതൃത്വം നൽകും. പാസ്റ്റർ സാബു വർഗീസ് വൈസ് പ്രസിഡന്റ്, പാസ്റ്റർ ബെറിൽ ബി തോമസ് സെക്രട്ടറി, പാസ്റ്റർ ബ്ലസൻ വി സാം, സജിൻ മാത്യു, സാജു യോഹന്നാൻ എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകും. വൈകിട്ട് 7 മണി മുതൽ 9 മണി വരെയാണ് കൺവെൻഷൻ നടക്കുന്നത്. കേരള ക്രിസ്ത്യൻ അസംബ്ലിയിൽ വെച്ചാണ് ഈ വർഷത്തെ IPC കാനഡ റീജിയൻ കൺവെൻഷനുകൾ രാത്രി യോഗങ്ങൾ നടക്കുന്നത്. IPC ഹെബ്രോൺ ചിക്കാഗോ സഭയുടെ 47ാമത് ആനുവൽ കൺവെൻഷൻ ഓഗസ്റ്റ് 6 മുതൽ 8 വരെ സഭാ ഹാളിൽ വെച്ച് നടക്കുമെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ PC മാമൻ, സെക്രട്ടറി ബ്രദർ സജി തോമസ് എന്നിവർ അറിയിച്ചു. ഈ കൺവെൻഷനിൽ പാസ്റ്റർ ബൈജു ബാലകൃഷ്ണൻ ദൈവവചനം സംസാരിക്കുന്നതാണ്. സഭയുടെ ട്രഷറർ ഷിബിൻ കുഞ്ഞുമോൻ, സെക്രട്ടറി സജി തോമസ് എന്നിവരുടെ സംയുക്ത പ്രസ്താവനയിലാണ് കൺവെൻഷൻ്റെ കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ക്രിസ്ത്യൻ ഡേ നാളെ ഓഗസ്റ്റ് മാസം 1-ാം തീയതി ചിക്കാഗോയിലുള്ള വീറ്റൻ കോളേജിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെയാണ് ഇന്ത്യ ക്രിസ്ത്യൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ബിഷപ്പ് ജോയ് ആലപ്പാട്ട് മുഖ്യ അതിഥിയായിരിക്കും. പാസ്റ്റർ ഓസ്റ്റിൻ ആൽബരാജ്, ഡോക്ടർ സാം ജോർജ് എന്നിവരും മുഖ്യ പ്രാസംഗികരായിരിക്കും. സാമൂഹിക നീതിക്ക് വേണ്ടിയും മാനവ മൈത്രിക്ക് വേണ്ടിയും ക്രൈസ്തവ സഭയുടെ സംഭാവനകൾ എന്താണെന്നുള്ളതാണ് ഈ വർഷത്തെ ചിന്താവിഷയമായി ഈ മീറ്റിംഗ് ചർച്ച ചെയ്യുന്നത്. സയോൺ ക്രിസ്ത്യൻ ചർച്ചിൽ ഇന്നും നാളെയും പ്രത്യേക യോഗങ്ങൾ നടത്തുന്നു. ഡോക്ടർ റെനി ആൻഡ് മറീന മക്ലീൻ എന്ന 2 സുവിശേഷകരാണ് ദൈവദിനം സംസാരിക്കുന്നത്. സൂപ്പർ നാച്ചുറൽ ഇൻ്റർവെൻഷൻ നടക്കുന്ന ഒരു പ്രത്യേക സമ്മേളനമായിരിക്കുമെന്ന് ഈ മീറ്റിങ്ങിൻ്റെ സംഘാടകർ പറയുന്നു. വെള്ളിയാഴ്ച വൈകിട്ടും ശനിയാഴ്ച വൈകിട്ടും വൈകിട്ട് 7 മണി മുതൽ സഭാ ഹാളിൽ വെച്ച് മീറ്റിംഗ് ഉണ്ടായിരിക്കും. ശനിയാഴ്ച പകൽ 11 മണിക്കും മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഈ മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി സഭാ ഭാരവാഹികൾ അറിയിക്കുന്നു. IPC മിഡ് വെസ്റ്റ് റീജിയൻ കൺവെൻഷൻ സെപ്റ്റംബർ 4 മുതൽ 6 വരെ ടെക്സസിലുള്ള സാൻ ആന്റോണിയോയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. POEPS സമ്മേളനങ്ങളും സഹോദരി സമാജ സമ്മേളനങ്ങളും എല്ലാം ഇതോട് അനുബന്ധിച്ച് നടക്കുന്നതാണ്. വിശദ വിവരങ്ങൾ പിന്നാലെ പ്രഖ്യാപിക്കുന്നതാണ്. പാസ്റ്റർ ഷിബു തോമസ് ഒക്കലോഹോമയുടെ IPC മിഡ് വെസ്റ്റ് റീജിയൻ പ്രസിഡന്റ് കൂടിയായ പാസ്റ്റർ ഷിബു തോമസ് ഒക്കലോഹോമയുടെ മാതാവ് കഴിഞ്ഞ ആഴ്ച നിര്യാതയായ അന്നമ്മ തോമസ് 79 വയസ്സ് പ്രായമായിരുന്നു. സംസ്കാരം ജൂലൈ 29 നടന്നു.
ഭർത്താവ് പരേതനായ പാസ്റ്റർ TC തോമസ്, മറ്റു മക്കൾ ഷേർലി ഏണസ്റ്റ്, ഷിജു തോമസ്. ബാംഗ്ലൂരിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ആഭിമുഖ്യത്തിലാണ് ശവസംസ്കാര ശുശ്രൂഷകൾ നടന്നത്. IPC ഈസ്റ്റേൺ റീജിയൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഫെലോഷിപ്പ് മീറ്റിംഗ് ന്യൂയോർക്കിൽ വെച്ച് സെപ്റ്റംബർ 12 ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലിയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാസ്റ്റർ റെജി മാത്യു മുഖ്യ സന്ദേശം നൽകും. റീജിയൻ്റെ പ്രസിഡന്റായി പാസ്റ്റർ E.T. എബ്രഹാം, റവറൻ ജേക്കബ് ജോർജ്, റവറൻ ജോൺ എബ്രഹാം എന്നിവർ പ്രവർത്തിക്കുന്നു. ഷിക്കാഗോ സിസ്റ്റേഴ്സ് ഫെലോഷിപ്പിൻ്റെ മീറ്റിംഗ് ഓഗസ്റ്റ് മാസം 8 ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികളായിരിക്കുന്ന സിസ്റ്റർ മോളി എബ്രഹാം, സിസ്റ്റർ ഗ്രേസി തോമസ് എന്നിവർ അറിയിക്കുന്നു. ഈ പ്രാവശ്യത്തെ മീറ്റിംഗിൽ സിസ്റ്റർ കെസിയ ജോസഫ് ദൈവവചനം സംസാരിക്കുന്നതാണ്. സെലിബ്രേഷൻ ചർച്ചിൻ്റെ VBS ജൂലൈ 29 ആരംഭിച്ചു. നാളെ ശനിയാഴ്ച ഗർണിയിൽ വെച്ച് നടക്കുന്ന പിക്നിക്കിനോടുകൂടിയാണ് VBS സമാപിക്കുന്നത്. നിരവധി കുട്ടികൾ VBSൽ പങ്കെടുത്ത് ആത്മീയ അനുഗ്രഹം പ്രാപിക്കുന്നതായി അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നു. ICPF ചിക്കാഗോയുടെ ആഭിമുഖ്യത്തിൽ ബാക്ക് ടു സ്കൂൾ ഐസ്ക്രീം സോഷ്യൽ സർവീസ് നടത്തുന്നു. ഓഗസ്റ്റ് മാസം 8 ശനിയാഴ്ച 2:30 മണി മുതൽ 4:30 മണി വരെയാണ് ഗിൽഗാൽ പെന്തക്കോസ്റ്റൽ അസംബ്ലിയിൽ വെച്ച് ICPF ചിക്കാഗോയുടെ ആഭിമുഖ്യത്തിൽ ഐസ്ക്രീം സോഷ്യൽ നടത്തപ്പെടുന്നത്. സ്കൂളിലെ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പായിട്ടുള്ള സോഷ്യൽ ഗ്യാതറിംഗ് ആണിത്. ഈ മീറ്റിങ്ങിൽ എല്ലാ കുട്ടികളും വന്ന് പങ്കെടുക്കണമെന്ന് ICPF ചിക്കാഗോ ഭാരവാഹികൾ അറിയിക്കുന്നു. കഴിഞ്ഞ ജൂലൈ ആദ്യവാരം ചിക്കാഗോയിൽ വെച്ച് നടന്ന പീസീന കോൺഫറൻസിൻ്റെ വോളണ്ടിയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സമ്മേളനം ഓഗസ്റ്റ് മാസം 2 ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് സയോൺ ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ചുണ്ടായിരിക്കുമെന്ന് പീസിനാക്കിൻ്റെ ലോക്കൽ ഭാരവാഹികൾ അറിയിക്കുന്നു. ജൂലൈ മാസം 24 ടെക്സസിൽ പ്ലാനോയിൽ വെച്ച് വാഹനാപകടത്തിൽ മരിച്ച സിസ്റ്റർ ബേബുക്കുട്ടി ജോസഫ് 66 വയസ്സ് പരുത്തിമുട്ടിൽ ബ്രദർ വിൽസൺ ഫിലിപ്പിൻ്റെ ഭാര്യയാണ്. ശവസംസ്കാര ശുശ്രൂഷകൾ പിന്നീട് നടക്കും. സൗത്ത് ബാരിങ്ങിലുള്ള വില്ലോ ക്രീക്ക് ചർച്ചിൽ എല്ലാ വർഷവും നടത്തപ്പെടുന്ന ഗ്ലോബൽ ലീഡർഷിപ്പ് സമ്മിറ്റ് ഓഗസ്റ്റ് മാസം 6 മുതൽ 7 വരെ 6-7 ദിവസങ്ങൾ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഓപ്പറേഷൻ മൊബിലൈസേഷൻ ഉൾപ്പെടെ നിരവധി സംഘടനയുടെ ഭാരവാഹികൾ ഇന്ത്യയിൽ നിന്നും മറ്റ് വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി പങ്കെടുക്കും. മലയാളികളായ പലരും ഈ മീറ്റിങ്ങിൽ വന്ന് പങ്കെടുക്കുമെന്ന് അറിയുന്നു. ഓഗസ്റ്റ് മാസം 6-7 തീയതികളിൽ വില്ലോ ക്രീക്കിൽ വെച്ചാണ് ഈ സമ്മേളനം നടത്തപ്പെടുന്നത്. IPC NRI യുടെ ആദ്യത്തെ സമ്മേളനം കഴിഞ്ഞ ആഴ്ചയിൽ ഫിലദൽഫിയയിൽ വെച്ച് നടന്നു. IPC ജനറൽ പ്രസിഡന്റ് ഡോക്ടർ വത്സൻ എബ്രഹാം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഡോക്ടർ ജോർജ് മാത്യു അധ്യക്ഷനായിരുന്നു. മാറാനാഥ കൺവെൻഷൻ ഓഗസ്റ്റ് 28, 29, 30 തീയതികളിൽ സയോൺ ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ച് നടക്കുമെന്ന് മാറാനാഥ പ്രയർ ഫെലോഷിപ്പിൻ്റെ ഡയറക്ടർ ബ്രദർ തമ്പി തോമസ് അറിയിക്കുന്നു. ഈ സമ്മേളനത്തിൽ ബ്രദർ സുധീർ കുറുപ്പ് മുഖ്യ സന്ദേശം നൽകുന്നതാണ്. വയനാട് ദുരന്തം നടന്നിട്ട് കഴിഞ്ഞ ദിവസം 2 വർഷം പൂർത്തിയായി. ഒരു ഓർക്കാപ്പുറത്ത് പ്രകൃതി ദുരന്തത്തിൽ ഒരു ഗ്രാമം മുഴുവൻ ഒഴുകിപ്പോയി നിരവധി ആൾക്കാർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ട അതിദാരുണമായിരിക്കുന്ന ഒരു സംഭവമായിരുന്നു 2 വർഷം മുമ്പ് വയനാട്ടിൽ നടന്നത്. നമ്മുടെ സഭ ശിഷ്ടങ്ങൾ നിരവധി പേർ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ ഒഴുകിപ്പോയി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അനേക സ്കൂളുകൾ ഉൾപ്പെടെ വീടുകൾ ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾക്കിടയിൽ ശവ ഭാഗങ്ങൾ കൂടിക്കിടക്കുന്ന കാഴ്ചകൾ നാം കണ്ട് നമ്മുടെ മനസ്സ് വിറങ്ങലിക്കുണ്ടായി. 2 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇപ്പോഴും അവിടുത്തെ പുനരധിവാസം നടന്നുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായും തീർന്നു എന്ന് പറയാറായിട്ടില്ലെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും എത്രയും പെട്ടെന്ന് പണികളെല്ലാം പൂർത്തിയാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. വയനാട് ദുരന്തത്തിൽ ആ സമയത്ത് ചിക്കാഗോയിൽ നിന്നുള്ള പലരും സാമ്പത്തിക സഹായങ്ങൾ നൽകിക്കൊടുത്ത് പുനരധിവാസ പ്രവർത്തനങ്ങളെ സഹായിച്ചത് ഞങ്ങൾ ഓർക്കുകയും അവരോടുള്ള നന്ദി ഞങ്ങൾ ഈ സമയത്തെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. വയനാട് ദുരന്തത്തിൽ വീണ്ടും കഷ്ടപ്പെടുന്നവരെ ഞങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.